പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് 22-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്യും. നമ്മൾ പലപ്പോഴും ഓർക്കുന്ന ഒരു സത്യമാണ് നമ്മുടെ പിതാക്കന്മാരെയും അവരുടെ ജീവിത രീതികളെയും. അവരെന്തുകൊണ്ടാണ് പ്രതികൂലങ്ങളുടെ നടുവിൽ അവർ വിടുവിക്കപ്പെട്ടതെന്ന് അറിയാമോ? അവരുടെ ആശ്രയമെല്ലാം ദൈവത്തിലായിരുന്നു. ഒരുപാട് പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയവരാണ് നമ്മുടെ ആദിമ പിതാക്കന്മാർ. ആദിമ സഭാജനങ്ങൾ കഷ്ടതയിൽ കൂടെ കടന്നുപോയവരാണ്. അത്രത്തോളം കഷ്ടതയൊന്നും ഈ നാളുകളിൽ നമുക്കില്ല. അപ്പോൾ ഇന്ന് നമുക്കുണ്ടാകുന്ന ഈ കഷ്ടതകളിൽ നിന്ന് നമുക്ക് വിടുവിക്കപ്പെടണമെങ്കിൽ, അർത്ഥാൽ ദൈവം നമ്മളെ വിടുവിക്കണമെങ്കിൽ നമ്മുടെ ആശ്രയം ദൈവത്തിലാകണം. കുതിരയെ അതിന്റെ കടിഞ്ഞാട് കൊണ്ട് നിയന്ത്രിക്കുന്നത് പോലെ നമ്മെ ദൈവത്തിന് പൂർണ്ണമായി നിയന്ത്രിക്കത്തക്ക നിലയിൽ ദൈവത്തിങ്കൽ നമ്മൾ ആശ്രയിക്കുന്നുവെങ്കിൽ ദൈവം ഉടഞ്ഞു പോയതിനെ തിരിച്ചു വാർത്ത് ബലപ്പെടുത്തുവാൻ ദൈവം വിശ്വസ്തൻ. ഉടയപ്പെട്ടതും ഉടഞ്ഞുപോയതും തകർത്തതും തകർത്തക്കപ്പെട്ടതുമായ നമ്മുടെ ജീവിതത്തിലുള്ള എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ ദൈവം ഒന്ന് പുതുക്കിപ്പണിയും. ദൈവത്തിലൊന്ന് ആശ്രയിച്ചാട്ട്. ദൈവത്തിന്റെ ആശ്രയമാണ് നമുക്ക് എല്ലാത്തിനും വിജയം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക. ദൈവമാണ് എൻ്റെ ആശ്രയം, എൻ്റെ പ്രതികൂലത്തിൽ എനിക്ക് ബലം നൽകുന്നത് എൻ്റെ ദൈവമാണ് എന്ന് ഉള്ളിൽ തട്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ദൈവമൈതലേ, നിന്റെ സങ്കടങ്ങളെ അറിയുന്ന, നിന്റെ വേദനകളെ അറിയുന്ന ആ കർത്താവ് നിന്നെ വിടുവിക്കാൻ പോകുകയാണ്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഇന്ന് പകൽക്കാലം മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുക. ദൈവം വഴി തുറക്കും. പ്രയാസങ്ങൾ മാറും, സങ്കടങ്ങൾ മാറും, അത്ഭുതങ്ങൾ നടക്കും. നിങ്ങളുടെ ജീവിതത്തിലെ കടഭാരങ്ങൾ, നിങ്ങളുടെ മാനസിക വിഷമങ്ങൾ, നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങൾ എവിടെയൊക്കെയാണോ തകർന്നിരിക്കുന്നത് ആ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കും. ആ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.